Experience. ഉറക്കമാണോ? തക്കുടു തക്കുടു മോനേടാ ഉണന്നേ ഉണന്നേ. എന്താ റൊണാൾഡോ മാമ? പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ ചൂട് മാറി. വായിക്ക് കയ്പുണ്ടോ? ഇല്ല. ഇല്ലേ? ശരീരവേദന? ആ ഈ പനി മാറി. ഇല്ല, പിന്നെ ക്ഷീണമുണ്ട്. ക്ഷീണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് സാധാ ലോക്കൽ പനി കാര്യം. അല്ല, വലിയ പനിയാ. ഇത് വലിയ പനിയാ? വലിയ പനി എന്ന് പറഞ്ഞാൽ ഇതല്ല. വലിയ പനി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പനി വന്നാലും ആ പനിയുടെ പേരാണ് തുള്ളൽ പനി. തുള്ളൽ പനിയാ? ഓട്ടൽ പനി? ഓട്ടൻ പനിയാ? ഓട്ടൽ തുള്ളി? ഓട്ടൽ തുള്ളിയല്ല, ഓട്ടം തുള്ളൽ അത് വേറെ. ഇത് തുള്ളൽ പനി. തുള്ളൽ പനി വന്നുള്ള പ്രത്യേകം എന്താ അറിയോ? പനി വന്നിരിക്കണം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. കഴിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. അയ്യോ തുള്ളലോട് തുള്ളലായി. അങ്ങനെ ഒരു പനി എനിക്ക് കുടങ്ങാവളെ വെച്ച് വന്നു. അപ്പൊ ഇത് മാറാൻ തോന്നിയണം? മാറാൻ ഞാനൊരു ഗുട്ടൻസ് കണ്ടുപിടിച്ചു. ഒരു ഐഡിയ. നല്ല ചൂട് പുട്ടില്ലേ, മറ്റേ പുട്ടുകുറ്റിക്കകത്ത് നിന്ന് ഇങ്ങനെ ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലുള്ള ചൂട് പുട്ട്. ആ ചൂട് പുട്ട് ഉടയാതെ അതേപോലെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നല്ല കുറുകുറാന്ന് ഗ്രേവിയുള്ള കടലക്കറി, അതിന് ഒടുക്കത്തെ ചൂട്. അത് ഈ പുട്ടിനകത്തോട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ താറ് മെറ്റിനകത്തോട്ട് ഒഴിക്കുന്ന അങ്ങോട്ട് ഒഴിച്ചിട്ട് കൈ രണ്ടുകൂടി ഇങ്ങനെ കൊണ്ട് തിരുമും. എന്നിട്ട് ഈ അങ്ങോട്ട് രണ്ടുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് തുറച്ച ഉരുളയാക്കും. ഉരുളയാക്കി ചൂടോടെ അതൊന്ന് അതൊരു 5-6 എണ്ണം കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ പനി ഇവിടുന്ന് കാശ്മീർ കിടന്ന് നേരെ ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകും. ആ വേറെ രാജ്യത്ത് പോകും. അത് കഴിഞ്ഞ് ഇത്രയും വലിയ തുറപ്പൻ ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് തല വെട്ടി തിളക്കുന്ന ചൂടുവെള്ളം അതങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേന് ഈ കടലയും പുട്ടും കൂടെ വയറ്റിൽ ചേർന്നിട്ട് ഇങ്ങനെ അങ്ങനെ പനിയുള്ളൂ. ചൂട് പുട്ടും കടല എടുക്കട്ടെ വേണ്ടേ? പല്ല് വെച്ചില്ല. ഇതിനിപ്പോ പല്ല് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പഴുന്നേര് ക്ഷീണം വന്നോ? ഇച്ചിരി കിടന്നോ? ഞാൻ പാട്ട് പാടാം. കുഞ്ഞേ നീ ഉറങ്ങോ കണ്ണും പൂട്ടി, ശരീരം കഥന്മാർ കാണാടേ. മതി. പാട്ട് കേട്ടി വേണ്ട. ഉറങ്ങണ്ടേ? വേണ്ട, റൊണാൾഡോ മാമ ഒന്ന് പോയി തന്നാ മതി. എടാ വീര, എന്റെ സുഖം അന്വേഷിക്കാമെന്ന് അതാണോ? അപ്പൊ നീ ഉറങ്ങിക്കോ ബാബോ. യേശുവിൻ പാതയിൽ ഒരുങ്ങി റെഡിയായി. അമ്മയുടെ കല്യാണത്തിന് പോന്നോ? അമ്മയോട് ഞാൻ കല്യാണത്തിന് പോണില്ല, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാ. എന്നാ കല്യാണത്തിന് പോന്നില്ലേ? അതിന് നമ്മളെ കല്യാണം വിളിച്ചിട്ടില്ലല്ലോ, അമ്മേനെ മാത്രമല്ലേ കല്യാണം വിളിച്ചിട്ടുള്ളൂ. താഴെ ആരിലും പോന്നോ? അമ്മേനെ മാത്രമേ കല്യാണം വിളിച്ചിട്ടുള്ളൂ. നേരാ. എന്നെ വിളിച്ചിട്ടില്ല, ഏട്ടനെ വിളിച്ചിട്ടില്ല, ക്ലീറ്റോച്ചനെ വിളിച്ചിട്ടില്ല, ചേച്ചിനെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ 4 പേരും പോണില്ല. അമ്മ 2 ദിവസം മുമ്പേ പോന്നെ. അമ്മേനെ അടുത്ത് പറഞ്ഞ് 2 ദിവസത്തിന് മുന്നേ വരണമെന്ന് പറഞ്ഞ്, അമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞ്, ഏട്ടൻ പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞു. അമ്മയുടെ ഇഷ്ടമല്ലേ പൊക്കോളാം. കനവച്ചു സമ്മതിച്ചോ പോനെ? പിന്നെ അമ്മയുടെ ഇഷ്ടത്തിന് പോലെ എതിര് നിൽക്കുമോ പോകാൻ? കാരണം പ്രായമായ അമ്മ ഒറ്റയ്ക്ക് 2 ദിവസം മുമ്പേ ഞാനവിടെ വല്ലടോന്ന് ചോദിച്ചു. അയ്യേ, നാണമില്ലല്ലേ? നാണിക്കണ്ടേ? എന്ത് ചെണ്ടപ്പുറത്ത് കോലിട്ട് അവിടെ ഒക്കെ പൊക്കോണം. എന്റെ പൊന്നു സുഹൃത്തെ, പ്രായമായ ഒരമ്മ വണ്ടി കയറി പോകണം. അപ്പൊ കൂട്ടിന് ഒരാൾ പോകുന്ന സ്വാഭാവികമല്ലേ? അത് നാട്ടു നടപ്പല്ലേ? ഓ, അല്ലാതെ സദ്യ കഴിക്കാനല്ല. പിന്നെ എന്ത് കല്യാണത്തിന്റെ പായസം തിന്നാൻ എന്ത് തോതി? ഓ പിന്നെ ഒരു കല്യാണം ആണെങ്കിൽ പിന്നെ കൊള്ള കടിച്ചു പറിച്ചിരിക്കാന്ന് പറയാം. ഞാൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്നുള്ളൊരു ആദി കൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. പോണോന്നില്ല, സ്വന്തം മക്കൾക്കില്ല ആദി. ഇല്ലേ? ക്ലാസ്സിന് പോന്നോ? എടോ
ഒരു വണ്ടി ഇയാളെ ടീച്ചർക്ക് കണ്ട് വണ്ടി ശരിയാക്കണം എന്ന് എന്നെ പറഞ്ഞത് കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ആ ടീച്ചർ എന്റെ അടുത്ത് ഇന്നെല്ലാം കൂടെ പറഞ്ഞു റൊണാൾഡോ അച്ചാച്ചന് വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വല്ലയിടത്തും കൊടുക്കുമെന്ന്. അത് നമ്പർ എടുത്ത് അവരുടെ എന്റെ അടുത്ത് വിളിക്കാൻ പറ, ഞാൻ പോയി എടുക്കാം. അവര് വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് വർഷോപ്പ് ഇരുന്ന പരിചയമില്ലാത്ത നമ്പറാണ്ട് വല്ല ഞാനതുകൊണ്ടല്ലേ പൈസ അടക്കേണ്ട, കുടിശ്ശിക അടക്കേണ്ട ഞാൻ ദിവസം പറയാം എന്ത് വിളിക്കാൻ പറയാ. എന്താന്നറിയോ, അവരുടെ വണ്ടിക്ക് എന്താണ് ഈ 10-15 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ടെസ്റ്റ് ടെസ്റ്റ് ആയിരിക്കുന്ന വണ്ടിയാണ്. അപ്പോഴത്തേക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റിന്റെ പണി ആകുമ്പോഴത്തേനും നല്ല പണി കാണും, കുറെ സാധനങ്ങൾ മാറേണ്ടി വരും, പൈസയാവും. പണിയെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കണം ആ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. അവർ 1-2 പേരെടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവരേതാണ്ട് 15 രൂപ പറഞ്ഞു പറഞ്ഞു. 15? പെയിന്റ് ഒക്കെ അടിക്കണോന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ടെസ്റ്റിന് പണിയാകുമ്പോ എല്ലാ സാധനങ്ങളും മാറണം. അപ്പൊ എന്താ ഒരു 15 രൂപ പറഞ്ഞു. അപ്പൊ അതിൽ ഇച്ചിരി കൂടെ താഴ്ത്തി പറഞ്ഞു, എന്നാലേ കിട്ടുള്ളൂ. ഒരു 14 രൂപ പറഞ്ഞാലോ? 14. എന്തായാലും പോയി നോക്ക്, പോയി നോക്കിട്ടേ. അലിക്കുലത്ത് വാറ്റിയൊന്നല്ല, പൈസ പറഞ്ഞാൽ കൃത്യമായിട്ട് തരുമല്ലോ. ഈയിടെ അവര് ഭയങ്കര റിച്ചാ. വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഭയങ്കര മുട്ടം വീടൊക്കെ. പക്ഷെ അതിന് വെറുതെ ഇഷ്ടമുണ്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലാതെ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ചോദിക്കണ പൈസയൊക്കെ തരും. രാവിലെ എന്ത് രാവിലെ അവന് പയ്യാത്തോണ്ട് അവിടെ താഴെ കഞ്ഞിയും പയറും. ഇവിടെ ഉണ്ടാക്കിയത് കഴിഞ്ഞു. സുഹൃത്തെ, എപ്പോഴും നമ്മൾ ആഹാരം വെക്കുമ്പോൾ ഒരാൾ കൂടെ അധികം ഇട്ടേ വരാവൂ. ആരെങ്കിലും വാതിക്കൽ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം തരുമെന്ന് നിങ്ങൾ എന്തോ എടുത്തു വെച്ചു? ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചില്ലല്ലോ. ഇന്നലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് കടയിൽ പോകണമെന്ന് പറഞ്ഞ് പോയി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കിയില്ല, ഇന്ന് അതിന് മാത്രം ഉണ്ടാക്കിയുള്ളൂ. മാറങ്ങോട്ട്, എനിക്ക് പോകാൻ സമയമായി. എന്തായാലും ടീച്ചർക്ക് എന്നെ നമ്പർ കൊടുക്കും. അല്ല വേണ്ട, നമ്പർ കൊടുത്തെന്ന് ടീച്ചർ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ടല്ലേ? ആണോ? ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ന് വിളിക്കാൻ പറയാം. ഹലോ, ഞാൻ വീട്ടിലുണ്ട്. പാനശാലോ വാതാ വരുന്നു. എന്തേ? സാൾട്ടസ് വിളിച്ചൊരു വണ്ടി കണ്ടു. ഹലോ, എൻ്റെ പൊന്നു വത്സല ചേച്ചി, അതിന് ഈ പറയുന്ന കക്കൂസും വീട് മെയിൻ്റനൻസും ഇതൊന്നും പഞ്ചായത്തിൽ എത്തിയിട്ടില്ല. ഇപ്പം ഭരണം കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇല്ല പിന്നെ ഇതെന്തൊരു മനുഷ്യനാണ്, അവിടെ കക്കൂസൊക്കെ എടുത്തു വെച്ചേക്കണോ പഞ്ചായത്തിലൊരു മുറിയിൽ? അത് പാസ്സാവണ്ടേ? അതിന് മുമ്പ് ഇങ്ങോട്ട് താന്ന് വിളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇതുമില്ലാത്ത മനുഷ്യർ. ഹലോ, ഓ അതെ, അയ്യോ അതതിന് പഞ്ചായത്തിൽ നിന്നല്ലല്ലോ വരണത്. അത് ഞാനെന്നാ അന്വേഷിച്ച് നോക്കട്ടെ. ഓ വിളിച്ചാ മതി. ഇന്ന് വിളിക്കണ്ട, നാളെ കൊച്ചിന് പനിയായിട്ട് കിടക്കുവാണ്. അപ്പം എനിക്കിന്നിപ്പോൾ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ശരി. ഇത് വല്ല വീട്ടിലും പോയി മുട്ടയിട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും നിൽക്കേണ്ടത്. എടുക്കൂല ഞാൻ, എനിക്ക് ഒരു മറുപടിയും പറയാനില്ല, അതുകൊണ്ടാ. തക്കിടുവേ അമ്മ ഇപ്പൊ വരാട്ടെ, ഇച്ചിരി പൊടിയേരി കഞ്ഞി എടുക്കട്ടെ. അച്ചച്ചോ അമ്മയുടെ കുഞ്ഞിന്റെ പനി മാറിയാ? ഇച്ചിരി പനിയൊക്കെ ഉണ്ട്. ഒന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ? അച്ചോടാ, പനി വന്നല്ലേ നമുക്കേ? അപ്പൊ പനി ഇല്ല, ഒരിച്ചിരി പനി ഉള്ളൂ. ഇനി മാറിയില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. എന്നിട്ട് ചന്തിക്കൊരു ഇഞ്ചക്ഷൻ വെക്കണം. എന്നാ എന്നിട്ട് പല്ലൊക്കെ ഒന്ന് തേച്ചാലോ? പല്ല് തേക്കാമോ?
അമ്മ നല്ല പൊടിയരി കഞ്ഞിയും പയറും ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ അങ്ങ് അത് കഴിച്ചിട്ട് ആ ഉള്ള മരുന്നും അങ്ങ് കുടിച്ച് കഴിയുമ്പോൾ പനിയൊക്കെ അങ്ങ് മാറും. എനിക്ക് പുട്ടും കടലയും മതി. എൻ്റെ അമ്മേ, പുട്ടും കടലൊന്നും ഇപ്പൊ കഴിച്ചുകൂടാ. പുട്ടും കടല കഴിച്ചാ ഇപ്പൊ അങ്ങനെ കഴിച്ചാൽ ദഹിക്കൂല. പനിയുള്ളപ്പോ അങ്ങനെ കട്ടി ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പുട്ടും കടലയും മതി. എന്റെ പൊന്നു കുഞ്ഞെ, അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നമ്മ പറഞ്ഞില്ലേ. നാളെ 2 ദിവസം കഴിയട്ടെ, അന്നേരം അമ്മ പുട്ടും കടല ഉണ്ടാക്കി. എടാ ഇപ്പൊ കഴിച്ചൂടാ കുഞ്ഞേ. എടാ ഇപ്പൊ പുട്ടും കടലും കഴിച്ച ഛർദിലോ വയറിളക്കൊക്കെ വരൂന്ന്. എന്നാ ഡാഡി എപ്പോഴാ വരുന്നത്? എന്തിനാ ഡാഡി വന്നിട്ട്? ഡാഡിയുടെ അടുത്ത് ഞാൻ വിളിച്ചു പറയാം പുട്ടും കടലയും വാങ്ങിച്ചോണ്ട് കൊടേ തമ്പുരാനും പോലും അറിയാൻ പാടില്ല നിന്റെ ഡാഡി എപ്പോഴാ വരുന്നത്. അപ്പോഴാണ് എനിക്കറിയാവുന്നത്. പുട്ടും കടല ഉണ്ടാക്കി താ. നീ ഇതിന്റെ പേരിൽ വാശി പിടിക്കലേ. വെറുതെ പനിയുള്ള സമയത്ത് എന്റെ അടി മേടിച്ചു കൂട്ടരുത്. അമ്മ വേറൊരു കാര്യം പറയട്ടെ. ഇന്ന് അമ്മയ്ക്ക് 2-3 സ്ഥലത്ത് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കുഞ്ഞിന് പാടില്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇനി ഞാൻ ഒരു സ്ഥലത്തും വരില്ല, എൻ്റെ കൊച്ചിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇന്ന് എവിടെയും പോണില്ല. കുഞ്ഞ് കഞ്ഞി കുടിച്ച് കഴിയലും അമ്മ ഇവിടെ വന്നിരുന്ന് നമ്മൾ നിന്റെ മറ്റേ സാധനം എന്തോ ഒരു സാധനം കാർഡും കൊണ്ട് ഇതിങ്ങനെ കളിക്കുമല്ലോ. അതെന്ത് കാർഡാ? ഇങ്ങനെ കാർഡ് വെച്ച് കളിക്കാറുള്ളത്? യൂണോ കാർഡ്. യൂനോ കാർഡ് കളിക്കാൻ പോവും അമ്മയും മോനും കൂടെ. അതറിഞ്ഞോ? അപ്പൊ അമ്മ ഒരിടത്തും പോണില്ലേ? അമ്മ ഒരിടത്തും പോണില്ല. ഇന്ന് നമ്മൾ കാർഡ് കളിക്കും. ഇനി പുട്ടും കടലയും താ, എന്നിട്ട് നമുക്ക് കളിക്കാം. ഒന്നല്ലെങ്കിൽ പുട്ടും കടല അല്ലെങ്കിൽ കാർഡ്. ഏത് വേണം? പുട്ടും കടലയും. കഞ്ഞി. പുട്ടും കടലയും. കഞ്ഞി. പുട്ടും കടലയും. എന്തെങ്കിലും ചെയ്യാം. നീ പോയി പല്ല് തേക്ക്. പുട്ടും കടലയും. പറഞ്ഞോണ്ടിരിക്കുന്ന പുട്ടും കടലും തന്നെ നീ അങ്ങ് തിന്നണ പോലെയാണ്. കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുള്ളേ തക്കിടോ. ഞാൻ തിന്നും. പുട്ടും കടലയും താ. ഇത് നല്ല മേട്. പനിയുള്ള കൊച്ചുങ്ങൾ ആരെങ്കിലും പുട്ടും കടലയും ചോദിക്കുവോ? ഇവന് ഇത്ര ബോധമില്ലേ ഇവന്? എഴുന്നേക്ക് അവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പാ. പോയി മൂത്രമൊക്കെ ഒഴിച്ച് പല്ലൊക്കെ തേച്ച് വാ. റെഡിയായ അമ്മ? ഞാൻ എപ്പോഴേ റെഡിയായി. നീ അല്ലേ റെഡി ആവാത്ത? പോരാ. പിന്നെ 2 ദിവസത്തേക്കുള്ള സാരിയൊക്കെ എടുത്താ? 2 ദിവസം എടുത്ത്. 2 ദിവസം ഒന്നും നിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ 2 ദിവസം നിക്കണോന്നുള്ളത്. അമ്മയോടല്ലേ പറഞ്ഞോളൂ, ഞങ്ങളോടാരും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോണ്ടെന്നാ. അത് നല്ല ചെറുക്കൻ എന്താ അമ്മേ ജോലി? എന്താ സർക്കാർ ജോലി എന്തരാ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആണോ? ഞാൻ കുറച്ച് കാന്താരി പറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു കവറിനകത്തോട്ട് ഇട്ട് ആ ബാഗിന്റെ അറ്റത്തോട്ട് വെച്ചേരാ. ആർക്ക് കൊടുക്കാൻ? എന്റെ ശ്രീമതിക്ക്. അല്ലാതെ പിന്നെ ആർക്ക്? എന്താ? അയ്യോ, ഞങ്ങളെ കല്യാണം പോലും വിളിച്ചിട്ടില്ലാത്തടുത്ത് അമ്മ പോയേ കല്യാണം കൂടിയിട്ട് വന്നേച്ചാ മതി. നീ ഇവിടുത്തെ സാധനം ഒന്നും പറിച്ച് ഇനി അവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ സാധനം പറിക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മയുടെ ഒരു കാര്യമല്ല പറയുന്നത് കേട്ടാ മതി. ഞാൻ പോയി തങ്കത്തിന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. പെട്ടെന്ന് പറഞ്ഞാ എനിക്ക് അവിടെ കുടുംബശ്രീയുടെ അവിടെ പോണതാ. സ്മിതയൊക്കെ കാത്തു നിൽക്കുക. നീ അങ്ങോട്ട് റെഡി ആയാ മതി. ഞാൻ ദാ വരുന്ന. റെഡിയായി. ഇല്ല ലീറ്റ, ഞാൻ പോവണ്ടെന്ന് വിചാരിച്ചതാന്നേ. ഇപ്പൊ പഞ്ചായത്തിലോട്ട് എന്തായാലും ചെല്ലണോന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കേക്കണ്ടേ? നിങ്ങളിങ്ങനെ വല്ല സ്ഥലത്തും പോയി കിടന്നോ? നിങ്ങളുടെ പാർട്ടിന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. മനുഷ്യൻ ജയിച്ചും പോയി. നീ എവിടെ പോണ്ടേ? ശരി എന്നാ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അമ്മ വെച്ചിട്ട് പോവും. എന്റെ പൊന്നമ്മ പോവണ്ടെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നിപ്പോ വിളിച്ചു പറഞ്ഞേക്കുന്ന അത്യാവശ്യമായിട്ട് ചെല്ലണം പഞ്ചായത്തിലോട്ടെന്ന്. ഭരണസമിതി മെമ്പർമാരെല്ലാവരും കൂടി എന്താണ്ടും മീറ്റിംഗ് ഉണ്ടെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ പോ, ഞാൻ ഇറങ്ങുവാ കേട്ടാ. നീ പോയി. അമ്മയോട് പോ. കല്യാണത്തിന് പോകാൻ പോണാണ്. പിന്നെ പോണ്ടേ? അതിന് ഇന്നേ പോണേ? ഇതിന് 2 ദിവസം കഴിഞ്ഞിട്ടില്ലേ കല്യാണം? അത് പറ്റത്തില്ല. അപ്പവും ശ്രീമതിയും പ്രത്യേകം പറഞ്ഞതാ തലേദിവസം ചെല്ലണമെന്ന്. ഒരു കപ്പൂച്ചി മതി. ഭയങ്കര സ്നേഹം അവർക്ക്. പിന്നെ സ്നേഹം തന്നെ. അമ്മേനെ മാത്രമല്ലേ മര്യാദക്ക് അവര് വിളിച്ചോളൂ, ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോണ്ടേ? എനിക്ക് നാളെ അവിടെ മുഖത്ത് നോക്കാനുള്ളതാ. പിന്നെ അമ്മ എല്ലാ ദിവസവും അവരുടെ മുഖത്ത് പോയി നോക്കിയിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ നോക്കണമെന്നല്ല, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ അവരെ നോക്കണം. എന്റെ അമ്മ സ്നേഹമുള്ള തള്ളമാരാണെങ്കിൽ എന്തറിയും. എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി പോകേണ്ട കാര്യമില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ. അയ്യോ, എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നത്തെ പിള്ളേരല്ല, പണ്ടേ ഉണ്ടായതാണ് ഞാൻ. എനിക്ക് അവരെ മുഖത്ത് ഇങ്ങോട്ട് നോക്കും. ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യാം.
എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കല്യാണം. അമ്മ കല്യാണത്തിന് പൊക്കോ, ഇന്ന് പോവണ്ട. ആ ആ അമ്മ കല്യാണത്തിന്റെ അന്ന് പോവാന്ന്, ചെറുക്കന് സുഖമില്ലാന്ന്, പനിയായി കിടക്കാന്ന്. ആർക്ക് ചെറുക്കനാ? തക്കടൂന്. ആ ഒരു കാര്യം ചെയ്യും മക്കള്. പിന്നെ അമ്മ ഇവിടെ ഒന്ന് നോക്കിയാ മതി, ഞാൻ വേഗം വരാന്ന്. എനിക്ക് പറ്റത്തില്ല, അവർ പ്രത്യേകം പറഞ്ഞ് തലേദിവസം ചെല്ലണമെന്ന്. ആ എന്നെ എടി ഒരു കാര്യം ചെയ്യ്, അത്യാവശ്യമാണെങ്കിൽ നീ ചെറുക്കനെ സുലുവിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോ. പണ്ട് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് അത്ര പോലും പോകാതിരിക്കാൻ പറ്റില്ല. പറ്റത്തില്ല, എനിക്ക് നാളെ അവളെ മുഖത്ത് നോക്കണം. അമ്മയ്ക്ക് ആ നാട്ടുകാരുടെ മുഖത്ത് നോക്കിയാൽ മതി. പാവം അച്ഛന്റെ ഉണ്ടല്ലോ, അച്ഛന്റെ ശാപം അമ്മയ്ക്ക് കിട്ടും. എന്തിന്? അവസാന കാലത്തിലെ ആ മനുഷ്യൻ, ഈ അപ്പുകൂട്ടൻ എന്ന് പറയുന്ന ആള് ഈ നമ്മുടെ അച്ഛനെ ഉപദ്രവിച്ചോന്നേ ഞാൻ മറന്നിട്ടൊന്നുമില്ല. അയ്യോ എടി, അച്ഛനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മോള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണ വീട് ഒരു മരണ വീടാക്കിയ പെണ്ണാണത്. ഏറ്റവും ലാസ്റ്റ് അത് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അത് പറയുമ്പോ ഞാൻ അങ്ങ് തോറ്റു പോകുന്ന വിചാരിച്ചത്. ഞാൻ അങ്ങനെ തോക്കൂല. നീ ഒന്നിലും തോക്കുന്നില്ല. എനിക്ക് ഒരു കുറ്റബോധം ഇല്ല. കുറ്റബോധം കാണൂല. ഞാൻ അങ്ങനെ പോയെങ്കിൽ എന്താ, ഞാൻ നല്ല അന്തസ്സായിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട്. മാരടി അങ്ങോട്ട്, ഞാൻ കൊച്ചിനെ ഒന്ന് കാണും. വേണ്ട, അമ്മ കൊച്ചിനെ കാണണ്ട. അമ്മയ്ക്ക് കൊച്ചിനെ ഇവിടെ നോക്കാൻ പറ്റൂലല്ലോ. നോക്കാൻ പറ്റുമോ? എന്നിട്ട് വേലിയിൽ നിന്ന് കട്ടിലിൽ കിടക്കുന്ന കൊച്ചിനെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോകാനാണ് അമ്മയ്ക്ക്? വേണ്ട. അല്ലടി, ബഹളം എന്താന്ന് അമ്മേനോട് ചോദിച്ചു നോക്ക്. ഞാനേ ആ കല്യാണത്തിന് പോണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് പറയാ പോണ്ടാ, കൊച്ചിനെ നോക്കി ഇവിടെ ഇരുന്നോളാം. പോണ്ടെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞോ? പോണ്ടെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞോ? അല്ലടി, ഞാൻ എന്താ പറഞ്ഞത്? കല്യാണത്തിന്റെ സമയത്ത് പോയാൽ മതി എന്നല്ലേ പറഞ്ഞുള്ളൂ. ചേച്ചി എവിടെ പോണു? എനിക്കിത് പഞ്ചായത്തിൽ ചെല്ലാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. ഇന്ന് എവിടെയും പോണ്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നല്ലോ. പോണ്ടെന്ന് വിചാരിച്ചിരുന്ന അതിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഒരു ഇച്ചിരി നേരം നിൽക്കാൻ പറ്റുമോന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതിപ്പോ എനിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അവിടെ പോട്ടെ കുടുംബം. എനിക്കറിയില്ല കൊച്ചിന് എന്ത് ചെയ്യുമെന്ന്. അമ്മ നേരത്തെ ആഗ്രഹിച്ചല്ലേ. എടി ഞാൻ പറയട്ടെ, ഞാന് അവളുടെ അടുത്ത് പറഞ്ഞു എന്റെ കല്യാണത്തിന് പോകണം. അപ്പൊ കൊച്ചിന് അയ്യെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എന്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണോ നോക്കിയത്? ഞാൻ അച്ഛനോട് സ്നേഹമില്ലാത്തവളാണ്, മക്കളോട് സ്നേഹമില്ലാത്തവളാണ്, അച്ഛന്റെ ശാപം എനിക്കുണ്ട്. എന്റെ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കും ചേച്ചി. ഇനി ചെത്തിയ മുറ്റത്ത് ഞാൻ നിന്റെ കാല് കുത്തത്തില്ല. അങ്ങോട്ട് അമ്മേനോട് എല്ലാവരും അമ്മേനോട് കാര്യം പറയാൻ പാടില്ല. ചേച്ചി നാണമില്ലേ? പ്രായത്തെങ്കിലും മനസ്സിലൂടെ. പിന്നെ പ്രായത്തിലെ മാനിക്കലെന്തോ എന്റെ അമ്മേനോടല്ലേ പറഞ്ഞത്? ആണോ? എന്തൊരു ബഹളം അത്? മേലെ റോഡിൽ ഇല്ലാക്കാം കിലു കിലു കിലാന്നും പറഞ്ഞോണ്ട്. പിന്നെ അത്രയൊന്നും ഒച്ച ഉണ്ടായില്ല. നാട്ടിലില്ലാത്ത ദിവസം വീട്ടിലില്ലാത്ത ഒരു അവസ്ഥയാ. എന്ത് പറയാനാന്ന്. അപ്പൊ നാട്ടിൽ എന്തോ ഒപ്പിച്ചിട്ടാ വന്നേക്കണത്? അല്ല, ഒപ്പിച്ചൊന്നും അല്ല. അത് അവിടെ സാൾട്ടസിന്റെ വർക്ക്ഷോപ്പിലെ സ്പെയർ മേടിച്ചാൽ വന്ന് പൈസ എടുത്ത് ഞാൻ ലവൾ ഇടുന്ന ബളം ഉണ്ടാക്കി അവക്കൊന്ന് ഇട്ട് കൊടുത്തു. അതിപ്പം കുഴപ്പമില്ല, തങ്കച്ചെടുത്ത് 2000 വന്നാൽ മതി. പണി പൈസ ഇട്ട് തരാം. വേണ്ട, ഞാൻ പോണു കേട്ടോ ചേച്ചി. മറിക്കാം ഇവിടെ നിന്നാലേ ശരിയാത്തില്ല. LIC-ക്കാരൻ്റെ പണിയാ. അവള് കിടന്ന് ബളം ഉണ്ടാക്കി പിന്നെ പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാനൊന്നും നോക്കാതെ കൊടുത്തു. എനിക്കറിയാം തങ്കച്ചേട്ടത്തേടെ എന്തെങ്കിലും തങ്കരെ കാണുന്നത്. എന്തുവാണ് റൊണാൾഡോ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ആദ്യം വിഷമായിട്ടിരിക്കുവാണ്. എന്റെ പൈസ പെട്ടെന്നൊരു വിഷമം. എന്ത് ഇവിടെ കണ്ടില്ലേ? നീ ഒന്നും ഉണ്ടായില്ലല്ലോ. അമ്മനും അമ്മയായിട്ട് വെറുതെ കൊച്ചിനും പാടില്ല. അമ്മ എന്താ അമ്മ ചേച്ചിയുടെ അടുത്തോട്ട് പോവാൻ നിന്നത്? എന്റെ പൊന്നടി, ഞാൻ പോകാൻ പോകുമല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അങ്ങോട്ട് ചെന്ന്. പക്ഷെ എന്റെ പൊന്ന് ഭദ്രകാലി അലർന്നത് പോലെ എന്റെ നേരെ ഇങ്ങോട്ട് തുള്ളിക്കൊണ്ട് വന്നത്. പേടിക്കാനൊന്നുമില്ല. അമ്മ അത്ര ആള് മോശമൊന്നും അല്ല. ഞാനെന്താ ചെയ്യുന്ന? അമ്മ എന്തൊക്കെയാ ചേച്ചിനെ പറഞ്ഞത്? എന്താ പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ല, എന്തായാലും ഞാനിനി എന്റെ തറവാട് വിട്ട് എങ്ങോട്ടും ഇല്ല. അല്ല, മക്കളും മരുമക്കളും എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടല്ലേ കണ്ടിക്കണ്ടൊക്കെ വായിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരത്തില്ല? ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇല്ല, എങ്ങോട്ടും ഇല്ല. ഞാൻ തറവാട്ടിൽ തന്നെ നിന്നോളാം. എനിക്ക് ആവശ്യമുള്ളത് എന്റെ ഗിരിരായ കൊണ്ട് തരും. ഓ മര്യാദക്ക് ഇങ്ങോട്ട് പോന്നോണം. അപ്പുറത്തല്ലേ അമ്മ എന്റെ കൊച്ചിനെ അറിഞ്ഞില്ലല്ലോ. അമ്മ ഇനിയമ്മ എന്താടാ ചേച്ചി? ചേച്ചി ചേച്ചി എന്താ ചേച്ചി? മക്കളെ എന്താ ചേച്ചി? ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് പഴയ പോണ അസുഖങ്ങൾ വലിച്ചു വെക്കും. എന്നോട് കാര്യം പറഞ്ഞോണ്ടിരുന്നേ. പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണ് മേലോട്ട് പറഞ്ഞ് അങ്ങ് പുറമോട്ട് വീഴാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് പിടിച്ചു. അങ്ങനെ മുന്നോട്ട് ഇരുത്തിട്ടാ ഞാൻ ഓടി വന്നു. എല്ലാവരും താഴെ വീണ് പോയാലേ. മാറിയാ മക്കളെ അമ്മയെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് സഹിച്ചില്ല. അതല്ലേ അമ്മ തിരിച്ചോരോന്ന് പറഞ്ഞത്. മാറി അച്ഛൻ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോവാ. ആശുപത്രി പോവാൻ ചേച്ചി.
പ്രഷർ വല്ലതും കൂടിയോ കുറഞ്ഞൊക്കെ ആയിരിക്കും. പോവാ. തങ്കച്ചേട്ടത്തി നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ട്രിപ്പ് ഇടാം. വേണ്ട, ഇത് പ്രഷർ കുറഞ്ഞതാ. ശരിയായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പൊക്കോട്ടെ. ചേച്ചി ഇനി അങ്ങ് പോവാൻ നിക്കണ്ടേ? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതുവഴി ചേച്ചിക്ക് പോണ്ട. വേണ്ട. ചേച്ചി ഇനി അങ്ങ് പോവാൻ നിക്കണ്ട. പോയി കിടന്ന് ഉറങ്ങിച്ചിട്ട് സമയം കേട്ടാ. ഒന്നും ചെയ്യണ്ട, ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചെയ്തോളാം കേട്ടാ. കിടന്നോ. മാമ്മ പോവാൻ. ബസ് പോകത്തില്ലേ? ഞാൻ വരുന്നില്ല. അപ്പൊ കല്യാണത്തിന് പോണ്ടേ? ശ്രീമതി ചേച്ചി എന്ത് വിചാരിക്കും? എന്തോന്ന് ഏത് ശ്രീമതി? അവളൊക്കെ എനിക്ക് ആരാ? ഞാനൊന്ന് വീണാല് എന്നെ ഒന്ന് എടുത്തു വെക്കാൻ എന്റെ കൊച്ചേ ഉള്ളു. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പോട്ടെ ചേച്ചി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ചേച്ചി. എങ്ങ് പോകല്ലേ, ഇവിടെ തന്നെ കാണണേ. വിളിക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മക്കളെ വേണ്ട, ഞാൻ പോണില്ല. മക്കൾക്ക് അമ്മ ഒരു ചായ എടുത്തോണ്ട് വരട്ടെ. കാപ്പിയ ചായ കാണാം. അമ്മേ കട്ടൻ ഇട്ടതിരിപ്പോണ് വെച്ച് മധുരം ഇട്ടെടുത്താ മതി. എങ്ങനുണ്ട്? അയ്യോ അസുഖമില്ല. അടവെങ്ങനുണ്ട്? നമ്പർ ഏറ്റ തൊട്ട് പൊടുങ്ക മാഡം. 2000 തരാന്ന് വന്നിട്ട് കാര്യമില്ല. ഈ നമ്പർ ആയതുകൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങൾ സാധിച്ചത്. 2000 ഏറ്റല്ലേ? കൊടുക്കമ്മ. ചൂടോടം കൂടി കരയാതെ. കുടി. സാരമില്ല. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? കരയല്ലേ തങ്കച്ചേട്ടത്തി? അമ്മയ്ക്കൂടെ വിഷമാവുന്നു. Aliens.